കേരള പോലീസിന്റെ നേതൃത്വത്തിൽ സ്കൂൾ കുട്ടികൾക്കായി നടപ്പിലാക്കി വരുന്ന സൈബർ സേഫ്റ്റി ബോധവൽക്കരണ പദ്ധതിയായ കിഡ് ഗ്ലൗ മൂവാറ്റുപുഴ ഇലാഹിയ പബ്ലിക് സ്കൂളിൽ സംഘടിപ്പിച്ചു. എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഡെൽജിത്ത് ആർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരള പോലീസിന്റെ നേതൃത്വത്തിൽ സ്കൂൾ കുട്ടികൾക്കായി നടപ്പിലാക്കി വരുന്ന സൈബർ സേഫ്റ്റി ബോധവൽക്കരണ പദ്ധതിയായ കിഡ് ഗ്ലൗ ഇലാഹിയ പബ്ലിക് സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ചു. എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഡെൽജിത്ത് ആർ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ പാസ്വേഡ് ഒക്കെ അടിച്ചു മാറ്റുക, നമ്മളുടെ അക്കൗണ്ടിൽ കയറി വേറെ എന്തെങ്കിലുമൊക്കെ കള്ളത്തരങ്ങൾ കാണിച്ച് ആ കുറ്റം നമ്മുടെ പേരിൽ വരുത്തി തീർക്കുക, അതല്ലേ അവർ ഉദ്ദേശിക്കുന്നത്. അത് നമ്മുടെ വിലപിടിപ്പുള്ള ഡാറ്റാസ് അവർ കൊണ്ടുപോകും. നമ്മുടെ ബാങ്ക് ആണെങ്കിൽ ബാങ്കിലെ അക്കൗണ്ടിന്റെ പൈസ അവർ അടിച്ചുകൊണ്ട് പോകും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പാസ്വേഡ് നല്ല സ്ട്രെങ്ത് ആയിട്ടുള്ള പാസ്വേഡ് വേണമെന്ന് പറയുന്നത്. വെരി ബ്യൂട്ടിഫുൾ @25 അങ്ങനെ അർത്ഥവത്തായിട്ടുള്ള എന്തെങ്കിലും വാക്കുകൾ വെക്കുക. അല്ലെങ്കിൽ എന്റെ കൂട്ടുകാരിയാണ് ഇന്നയാൾ ഇന്ന വർഷം തൊട്ട് അങ്ങനെയുള്ള പാസ്വേഡ്സിൽ നിന്ന് ഉണ്ടാക്കുക. അപ്പോൾ പാസ്വേഡ് നിങ്ങൾ വീട്ടിലുള്ള എല്ലാവരോടും പറഞ്ഞു കൊടുക്കുക. ഇതുപോലെ അർത്ഥവത്തായിട്ടുള്ള വലിയ നീളം കൂടുതലുള്ള എപ്പോഴും പാസ്വേഡിന്റെ ലെങ്ത് എത്ര കൂടുന്നുവോ അത്രയും നമുക്ക് സെക്യൂരിറ്റി ഉണ്ടാവും. കുട്ടികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന സൈബർ കുറ്റകൃത്യങ്ങളും അവ ഉയർത്തുന്ന വെല്ലുവിളികളും എങ്ങനെ സുരക്ഷിതമായി അഭിമുഖീകരിക്കാമെന്നതിനെക്കുറിച്ച് അദ്ദേഹം വിശദമായ ക്ലാസ് നയിച്ചു. തുടർന്ന് DCRC കൗൺസിലർ ഷമീമ കുട്ടികൾക്കായി സൈബർ ബോധവൽക്കരണത്തെക്കുറിച്ച് ക്ലാസ് നയിച്ചു. പരിപാടിയുടെ ഭാഗമായി കുട്ടികളുടെ പ്രതികരണങ്ങൾ വിലയിരുത്തുകയും തുടർ പ്രവർത്തനങ്ങൾക്കായി വിദ്യാർത്ഥി പ്രതിനിധികളെ ഉൾപ്പെടുത്തി പ്രത്യേക കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു. ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ സുനിൽ കൈമൾ, വൈസ് പ്രിൻസിപ്പൽ അനുജി ബിജു, സ്കൂൾ കൗൺസിലർ എമി ഹമീദ്, സ്കൂൾ അധ്യാപകൻ സജീവ് വി എന്നിവർ പങ്കെടുത്തു. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.